Meet the editors. പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്തോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിതെളിയുകയാണ് എന്നാണ് നമ്മളടക്കം കരുതുന്നത്. നിലവിൽ PV അൻവർ മത്സരരംഗത്ത് നിന്ന് നിലവിൽ പിന്മാറിയെങ്കിലും പൂർണ്ണമായും മത്സരരംഗത്ത് നിന്ന് പിന്മാറിയെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആര്യാടൻ ഷൗക്കത്തും M സ്വരാജുമാണ് ഇപ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. നാളെ BJP സ്ഥാനാർത്ഥി നിർത്തിയേക്കാം. പ്രാദേശിക സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ BJPയും സ്ഥാനാർത്ഥി നിർത്തും. ഇനി PV അൻവർ വന്നാൽ പോലും പ്രവചനാതീതമായൊരു മത്സരമായി മാറിക്കഴിഞ്ഞു. പ്രവചനാതീതമായ മത്സരമാണ്. കാരണം ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്നു. അവിടെ PV അൻവർ എന്നൊരു വേറൊരു ഘടകം കൂടി വരുന്നു എന്ന നിലയ്ക്ക് നിലമ്പൂരിലെ പോരാട്ടം ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് നമ്മൾ പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും കണ്ട രൂപത്തിലൊന്നും ആയിരിക്കില്ല നിലമ്പൂരിലെ പോരാട്ടം എന്നുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഈ ഘട്ടത്തിൽ തുടങ്ങുന്ന ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റാതെ നമ്മൾ അന്ധാളിച്ച് നോക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇന്നത്തെ പ്രചാരണം, ഇന്നിപ്പോൾ സ്വരാജ് രാവിലെ നിലമ്പൂരിൽ വന്നിറങ്ങിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് തൊട്ട് സ്വരാജുമായിട്ടുള്ള റാലി, പ്രവർത്തകരുടെ വലിയ കൂട്ടം, കേഡറുകൾ മുഴുവൻ, പാർട്ടി മുഴുവൻ ഒന്നടങ്കം തന്നെ സ്വരാജിന് പിന്നിൽ അണിനിരക്കുന്നു. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെച്ച്, കാരണം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി മത്സരിക്കുകയാണല്ലോ. അപ്പോൾ സ്വതന്ത്രരെ പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചത് പ്രതീക്ഷ നൽകുന്ന അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച്, അവിടുത്തെ സഖാക്കളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നാട്ടുകാരനായ സ്വരാജിനെ തന്നെ അവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. സ്വരാജ് 3 മാസമായി അവിടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയായി കിട്ടിയെന്നുള്ളത് അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ എല്ലാ തരത്തിലും അവിടെ സ്വരാജിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം. പക്ഷേ വിജയിക്കാൻ അതുമാത്രം പോരാ ഘടകം എന്നുള്ളതാണ്. അത് ഒരു UDF മണ്ഡലമാണ്. ആ UDF മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. PV അൻവർ എന്ന ഘടകം ഒരു പ്ലസ് ആകും എന്നാണ് UDF കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്ലസ് ആകുന്നതിന് പകരം മൈനസ് ആകുമോ എന്നുള്ള ആശങ്കയാണ് അവിടെ നിൽക്കുന്നത്. കാരണം അൻവറിൻ്റെ ലക്ഷ്യം എന്താണ്? അൻവർ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അൻവർ പല ഘട്ടങ്ങളിലായി ഘടകം മറിഞ്ഞ് അൻവർ എന്ന സാന്നിധ്യം, അൻവർ എന്ന ഫാക്ടർ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അൻവർ പല ഘട്ടങ്ങളിലായി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനുവരിയിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത് പിണറായി സത്തിനോടുള്ള എതിർപ്പാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻ്റെ പോലീസ് നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ RSSുമായുള്ള പോലീസിൻ്റെ ബന്ധം, അതിന് മൗനം അവലംബിച്ച് അതിൻ്റെ ഗുണഭോക്താവായി നിൽക്കുന്ന പിണറായി വിജയൻ, ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു താൻ UDFന് വേണ്ടിയിട്ടാണ്, ആ സീറ്റ് UDFന് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു രാജിവെച്ചതെന്ന്. അതെത്രത്തോളം നമുക്ക് ദഹിക്കുന്നതാണ്. കാരണം ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രതികരണം അൻവറിനെ ഒന്ന് അത്ര അടുപ്പിച്ചിട്ടൊന്നുമല്ല നിന്നിരുന്നത്. അൻവർ പറയുന്നത് നോക്കാം, കേൾക്കാം എന്ന രൂപത്തിലാണ് അന്നൊക്കെ നേതാക്കളുടെ പ്രതികരണം കണ്ടിരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയിൽ, ആ യാത്രയിൽ മലയോര കർഷകർക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് ആദ്യമായി സഹകരിക്കുന്നത്. അന്നു മുതലാണ് ഒരുമിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്ന് മുതലല്ല, അന്നാണ് ഒരുമിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടന്നായി പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന കാര്യം, അദ്ദേഹം എന്തൊക്കെ ഡിമാൻഡ് ചെയ്തു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് ഉള്ളിലുള്ളതൊക്കെ അങ്ങ് പുറത്തേക്ക് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ അസോസിയേറ്റ് അംഗം അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമാക്കുക എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സ്. അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വരെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ള വിവരം കൂടി അറിയുന്നുണ്ട്. പുറത്തേക്ക് അദ്ദേഹം പറയുന്നു, അദ്ദേഹം സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ ബേപ്പൂർ നൽകാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അതും പോയി എന്നുള്ളൂ. ബേപ്പൂർ നൽകാമെന്ന് ഏത് നേതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പറഞ്ഞതായിട്ടല്ല. കോഴിക്കോട്ടെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ വർത്തമാനത്തിൽ പറഞ്ഞു പോകുന്ന വാചകങ്ങളെയാണ് അദ്ദേഹം ഒരു ഉറപ്പായി വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു അപശബ്ദമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് അവിടെ നിൽക്കുന്നത്. ആ അപശബ്ദം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ താനൊരു അധിക പ്രസംഗിയാണ്, അധിക പ്രസംഗം താൻ തുടരുമെന്നാണ് പറയുന്നത്. ആ അധിക പ്രസംഗത്തിൽ തനിക്ക് മത്സരിക്കാൻ പാങ്ങില്ല, ഇനി ആ
ആരും എന്നെ വിളിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. മത്സരിക്കാൻ പാങ്ങില്ല, അതുകൊണ്ട് മത്സരിക്കില്ല എന്ന് രാവിലെ പറയുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഒരുപാട് പേർ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മത്സരിക്കൂ എന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ അതാണോ ചിത്രം? നമുക്കറിയാം, തുടക്കത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടിയിരുന്ന വലിയ കയ്യടി, വലിയ ജനസഞ്ചയം, അത് കാണാൻ നിന്ന ജനസഞ്ചയം, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും CPM നിന്നും ഏതെങ്കിലും ഒരു ചെറിയ പ്രാദേശിക നേതാവിനെ പോലും അടർത്തി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. ഇനി നിലമ്പൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹം നിലമ്പൂരിൻ്റെ നാട്ടുകാരൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പറയാനാണെങ്കിൽ അദ്ദേഹം ഏറനാട്ടുകാരനാണ്. അദ്ദേഹം നിലമ്പൂരിലെ 2 തവണത്തെ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ പറയുകയാണെങ്കിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അവിടെ പൊതുവെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വീടും തറവാടുകൾ എന്നൊക്കെ പറയും 100-150 അംഗങ്ങളുള്ളതായിരിക്കും. പല വീടുകളിലും ആളുകളെ പേരെടുത്ത് വിളിച്ച് ഓരോരുത്തരെയും സംബോധന ചെയ്യാനുള്ള അടുപ്പം കുടുംബങ്ങളുമായിട്ടുണ്ട്. അതാണ് അൻവറുമായി ബന്ധപ്പെട്ട ആ കുടുംബങ്ങൾക്കുള്ള ബന്ധം. അത് എത്രത്തോളം വോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന PV അൻവർ മൈനസ് ഈ പറയുന്ന കുടുംബങ്ങളുടെ വോട്ട് എന്ന് കണക്കാക്കുമ്പോൾ കുറഞ്ഞത് 7000-ൽ നിൽക്കും. അതിലപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. അത്രയേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ അൻവർ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിപ്പുണ്ടായിരുന്ന CPM-ലെ ആളുകൾ പോലും പൂർണ്ണമായും അൻവറിനെ കൈവിട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അവിടെ എത്തിയിരിക്കുന്നു. ഇനി 2016 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഐ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് വോട്ടെങ്കിലും കിട്ടിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസിനകത്ത് നിലമ്പൂരിൽ എപ്പോഴും കോൺഗ്രസ് അങ്ങോട്ടും കുതികാൽ വെട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണല്ലോ. 2 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 30 വർഷം ആര്യാടൻ മുഹമ്മദ് ജയിച്ചതിനു ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും ആ കുതികാൽ വെട്ടുണ്ടായിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. തൻ്റെ പിൻഗാമിയായി മകനെ പ്രതിഷ്ഠിക്കാൻ നോക്കിയത് അവിടെ വലിയ എതിർപ്പ് ഐ ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ അസംതൃപ്തരായ ഐ ഗ്രൂപ്പിൻ്റെ ഒരു വോട്ട് കിട്ടിക്കൊണ്ടുകൂടിയാണ് അൻവർ അന്ന് ജയിച്ചിരുന്നത് 2016-ൽ. 2021 ആയപ്പോഴേക്കും സ്ഥിതി മാറി. ആര്യാടൻ ഷൗക്കത്തും VV പ്രകാശും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് മത്സരിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരുന്നു അൻവറിനെ നിർബന്ധിച്ച് CPM കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്ന PV പ്രകാശിൻ്റെ പരാജയത്തിന് കാരണം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് അത് ബോധപൂർവം പറയുന്നത് തന്നെയാണ്. കാരണം കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് CPM 2 തവണയും ഈ PV അൻവർ എന്ന സ്വതന്ത്രനെ വെച്ച് ജയിച്ചിട്ടുള്ളത്. ആ പടലപ്പിണക്കം അത് ഇപ്പോഴും അതിൻ്റെ അനുരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു ഉദ്ദേശം അതിനകത്തുണ്ട്. പക്ഷേ സ്വരാജിനെ അവിടെ നിർത്തുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവർക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അത് ഒന്നുണർത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന VV പ്രകാശിൻ്റെ കുടുംബത്തെയും അവരുടെ ഭാര്യയെയും ഒക്കെ തന്നെ CPM ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി നിൽക്കുന്നതിനോട് എതിർപ്പുള്ള കാര്യം മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്കിനി അറിയേണ്ടത് ലീഗും ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നല്ലോ. ലീഗിനോട് ഏറ്റുമുട്ടിയാണ് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന് അവിടെ ഒരു സ്ഥാനമുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഴയ കഥ ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ, അതിനോട് ചേർന്ന് നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും എയറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ പ്രതിഫലിക്കുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ലീഗ് അന്നത്തെ ഘട്ടത്തിൽ നിന്ന് ലീഗ് മാറിയെന്ന് ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു. അവർ ഓരോ പ്രാദേശികത്തിലും ഓരോ പഞ്ചായത്തിലും ചുമതലകൾ കൊടുത്തുകൊണ്ട് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഓരോ നേതാക്കൾക്കും ഒരു MLA-യും അവിടുത്തെ പ്രാദേശിക നേതാക്കളും അടക്കമുള്ള ഒരു സംഘത്തിന് ഓരോ പഞ്ചായത്തിലും ചുമതല കൊടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കിടയിലെ പടലപ്പിണക്കമില്ലെങ്കിൽ നിലമ്പൂർ നേടാം. അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഈ ഘട്ടത്തിൽ വരെയില്ല, ഈ ദിവസം വരെയില്ല എന്ന് പറയാം. ഈ പത്രികാ സമർപ്പണത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായൊരു മെസ്സേജായി, ഒരു സ്ട്രാറ്റജിയായി അവർ മുന്നിൽ കാണിക്കുന്നുണ്ട്. മുന്നിൽ നിന്ന നേതാക്കളുടെ നിര അതാണ്. പുതിയ KPCC അധ്യക്ഷൻ, UDF കൺവീനർ, മറ്റ് പ്രധാനപ്പെട്ട യുവ നേതാക്കൾ, അല്ലേ, ആക്ടിംഗ് പ്രസിഡന്റുമാർ എല്ലാവരും. പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയതുകൊണ്ടായിരിക്കും. അല്ലാതെ അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിലൊക്കെ തുടക്കം മുതൽ നിന്നിരുന്നത്. ബാക്കി എല്ലാ നേതാക്കളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവ നേതാക്കൾ. ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തോന്നിക്കുന്ന പറഞ്ഞു വച്ചിരുന്ന ആരോപണങ്ങൾ അത് പൊളിക്കാൻ വേണ്ടിയാകണം VS ജോയെയും അടുപ്പിച്ച് തന്നെ നിർത്തിയിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് തൊട്ടപ്പുറത്ത് തന്നെ VS ജോയ് നിന്നിരുന്നു. ചേർന്ന് നിന്നുകൊണ്ടാണ് പത്രികാ സമർപ്പണത്തിന് പോയത്. അപ്പോൾ അതൊരു മെസ്സേജായിട്ട് കൊടുക്കാനാണ്, എതിരാളികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജായിട്ട് കാണണം. ഈ ഘട്ടം വരെയും 2 സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം വളരെ മാന്യവും വളരെ സംസ്കാരത്തോടു കൂടിയ പ്രതികരണങ്ങളുമാണ് 2 നേതാക്കൾക്കുമുള്ളത്, 2 സ്ഥാനാർത്ഥികൾക്കുമുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അണികൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2 റാലികളും കൂട്ടിമുട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര് നമ്മൾ ആദ്യ ദിവസം തന്നെ കണ്ടു. ഇനി അങ്ങോട്ട് അത് ചൂടുപിടിച്ച് ഏത് രൂപത്തിലേക്ക് മാറും, പ്രത്യാരോപണങ്ങളുടെ സ്വഭാവം എന്താകും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പതിവ് പോലെ ഞാൻ 2 സാധ്യതകൾ പറയാം. 2 രീതിയിൽ അതിനെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇതൊരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ കാണണം. PV അൻവർ ഇപ്പോൾ മത്സര രംഗത്തില്ല. ഇനി PV അൻവർ മത്സര രംഗത്ത് വന്നാൽ ആ രാഷ്ട്രീയ പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യണം. രണ്ടാമത്, രാഷ്ട്രീയ പോരാട്ടത്തിനും അപ്പുറം
മത സമുദായ ജാതി സമവാക്യങ്ങളാണ് നിലമ്പൂരിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ സാധ്യതയുള്ളത്? ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പറയാം. കാരണം എങ്ങനെയാണോ സഖാവ് കുഞ്ഞാലി 1965-ലും 67-ലും അന്ന് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ടത്, സമാനമായ രീതിയിലുള്ളൊരു പോരാട്ടം നിലമ്പൂരുകാർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 19 വർഷത്തിന് ശേഷമാണ് ആ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അതിൻ്റെ ഉണർവ് എം സ്വരാജ് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണോ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്, ആ ഇറങ്ങുന്ന സമയം മുതൽ യാത്രാവേളയിൽ ഉടനീളം സ്വരാജിന് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു CPM-ൻ്റെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു എന്നുള്ള സ്വീകരണമാണ്. ഇതിനു മുമ്പ് വളരെ കുറച്ച് തവണ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 19 വർഷമായി പാർട്ടിയുടെ കാത്തിരിപ്പാണ്. അപ്പോൾ സംഘടനാപരമായൊരു ഉണർവ് പാർട്ടിക്കുണ്ടാകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കണം. മറുഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്ത് വേഴ്സസ് സ്വരാജ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലി വേഴ്സസ് ആര്യാടൻ മുഹമ്മദ് എന്ന ആ പഴയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു ഓർമ്മ നമുക്ക് നൽകും. അത് നൽകുകയാണെങ്കിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് പറയാം. നിലവിലത്തെ സാഹചര്യത്തിൽ PV അൻവർ മത്സരിക്കുന്നില്ല എന്ന് കരുതുക. ഇന്നത്തെ ദിവസം ഈ സമയമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് മാറിയാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സ്വരാജിനുണ്ട് എന്നാണ്. ഈവൻ PV അൻവർ മത്സരിക്കാത്ത സാഹചര്യത്തിൽ പോലും. വൈ എന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്ന്, സംഘടനാ മെഷീനറിയിൽ 2006-ൽ എങ്ങനെയാണോ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചത്, ആ സമയത്ത് കിട്ടിയ വോട്ട് 69,842 അത് 70,000 എന്ന കണക്ക് കൂട്ടുക. അതിൽ നിന്ന് തീർച്ചയായിട്ടും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്, വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 2.25 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. പുതിയ വോട്ടർമാരും അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 40% വോട്ടർമാർ നമ്മൾ അധികമായിട്ട് കണക്കിലാക്കിയാൽ പോലും അത് 73,000-74,000 വോട്ടുകൾ നിലവിൽ CPM-ന് ആ മണ്ഡലത്തിൽ, അതായത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് നിലനിർത്തിയാൽ ബേസ് വോട്ടായിട്ട് നിലനിർത്താൻ സാധിക്കും. അതിൽ നിന്ന് ഒരു വോട്ട് പോലും സ്വരാജ് നിൽക്കുന്നത് കൊണ്ട് മാറാനുള്ള സാധ്യതയില്ല. കേഡർ വോട്ടുകൾ പൂർണ്ണമായിട്ടും അതിൽ വീഴും. അത് ഞാൻ പറയാനുള്ള കാരണം, സംഘടനയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവെ പാസീവായിട്ടിരുന്ന വിവിധ ബഹുവർഗ സംഘടനകളിലെ പ്രവർത്തകർ പോലും ഇന്ന് വളരെ സജീവമായി സ്വരാജിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ക്യാമ്പയിനിൽ നമ്മൾ കാണുന്ന ഒരു ആൾക്കൂട്ടം മാത്രമല്ല, സംഘടനാ മെഷീനറി അതിൻ്റെ എല്ലാ തട്ടുകളിലും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ ഇൻടാക്റ്റ് ആയിട്ട് സ്വരാജിന് കിട്ടുന്നു എന്നുള്ളതാണ് അതിലൊരു അഡ്വാൻറ്റേജ് LDF-നുള്ളത്. നമ്പർ 1. നമ്പർ 2, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവും. ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇന്ന് PV അൻവർ തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ആ സെൽഫ് ഗോൾ എന്താ? കവളപ്പാറയിലെ റീഹാബിലിറ്റേഷൻ ഈ സർക്കാർ അതിവേഗത്തിൽ പൂർത്തിയാക്കിയില്ലേ? ദാറ്റ്സ് ഡൺ സർ. അത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമായി അവിടെ പറയുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ നമ്മൾ പുനരധിവസിപ്പിച്ചിട്ടില്ലേ? ഇടതുപക്ഷ MLA എന്ന നിലയിൽ മാത്രമല്ല ചെയ്തത്, ഇടത് സർക്കാർ എന്ന നിലയിലാണ്. ഇന്ന് തോമസ് ഐസക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടു കോട്ട് തോമസ് ഐസക്ക്, പ്രതിപക്ഷത്തോടുള്ള ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉയരാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളിലൊന്നും അവിടുത്തെ വികസനത്തിൻ്റെ വിഷയമാണ്. പ്രോഗ്രസ് റിപ്പോർട്ടുകളിലടക്കം കിഫ്ബി ആണല്ലോ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ എതിർത്തത്. കിഫ്ബിയെ എതിർത്ത പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ ഈ മന്ത്രിയായാൽ എന്തായിരിക്കും ഈ മണ്ഡലത്തിൽ ചെയ്യുക? ഉദാഹരണമുണ്ട്. 2011 മുതൽ 2016 വരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. ആ കാലഘട്ടത്തിലെ വികസനവും 2016 ശേഷമുള്ള വികസനവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഞാൻ 2 എക്സാമ്പിൾ മാത്രം പറയാം. കിഫ്ബിയുടെ പേരിൽ, പ്രതിപക്ഷം എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ, ആര്യാടൻ ഷൗക്കത്ത് തന്നെ എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ ഇത്തവണ വോട്ട് LDF-ന് പോകാൻ സാധ്യതയുള്ള ഒരു ഘടകം, നിലമ്പൂരിൽ കിഫ്ബി വഴി നടക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അവിടുത്തെ ബൈപ്പാസ് ആണ്. ആ ബൈപ്പാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 227 കോടി രൂപയാണ് ബൈപ്പാസിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, 131 കോടി രൂപയുടെ ചെലവിലാണ് പൂക്കാട്ടുപാടം കാളികാവ് കരുവാരക്കുണ്ട് റോഡ് ഇപ്പോൾ വികസിക്കുന്നത്. ആ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കിഫ്ബിയുടെ പേരിൽ ഈ സർക്കാരിന് വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദാറ്റ്സ് നമ്പർ 2. നമ്പർ 3, 115 കോടി ചെലവിലാണ് പൂക്കോട്ടുപാടം മുണ്ടേരി റോഡ് വികസിക്കുന്നത്. കിഫ്ബിയുടെ പേരിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഡൺ, ഹാപ്പനിങ് ആണ്. അതായത് പ്രതിപക്ഷം എതിർക്കുന്ന ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ വികസിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡിന് 101 കോടി, 3 റോഡിന് 307 കോടി.
കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി എങ്ങനെ വരും സാർ? നിങ്ങൾ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തുമായിരുന്നു? അങ്ങനെ കണ്ടെത്തി ഏതെങ്കിലും ഒരു തെളിവ് 2011-16 കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദിനും UDF-നും സമർപ്പിക്കാനുണ്ടോ? എത്ര വർഷമാണ് ഭരിച്ചത്? 34 വർഷം ആ മണ്ഡലത്തിലെ MLA ആയിരുന്നില്ലേ ആര്യാടൻ മുഹമ്മദ്? എവിടെ ബൈപ്പാസ് കൊണ്ടുവന്നു? എവിടെ ഈ റോഡുകൾ കൊണ്ടുവന്നു? ചോദ്യമല്ലേ ഇത്? രാഷ്ട്രീയമായിട്ട് ഉയർത്തപ്പെടാൻ പോകുന്ന വികസന ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് മറുപടി പ്രതിപക്ഷം പറയേണ്ടി വരും. ഇനി മിനി സ്റ്റേഡിയത്തിന് 18.3 കോടി എവിടെ നിന്നാണ് വന്നത്? അവിടുത്തെ കിഫ്ബി വഴി നടക്കുന്ന പ്രോജക്റ്റ് അല്ലേ? 7 സ്കൂളുകളുടെ നവീകരണത്തിന് 5.79 കോടി. മൂത്തേടം, വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആധുനിക ശ്മശാനങ്ങൾക്ക് 3.76 കോടി. നിലമ്പൂർ കോളേജിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.25 കോടി തുടങ്ങി കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ ആ മണ്ഡലത്തിൻ്റെ അടയാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് രാഷ്ട്രീയ വിഷയമായി വരികയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് നിങ്ങൾ കിഫ്ബി എതിർത്തു? നിങ്ങൾക്ക് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നോ? 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഒന്നും എടുത്തു പറയാൻ കഴിയില്ല. PV അൻവർ തന്നെ അത് ഉദാഹരണമായിട്ട് പറയുന്നു. ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ രാഷ്ട്രീയമായി അനുകൂലമാവുന്നു. മൂന്നാമത്തത് പോത്തുകല്ല് പഞ്ചായത്ത്. ഒരു സ്വദേശി തന്നെ മത്സരിക്കുന്നു എന്നുള്ളത്, അത് ആ പഞ്ചായത്തിൽ നിന്ന് തന്നെയുള്ള അംഗം മത്സരിക്കുന്നു എന്നുള്ളത് വലിയ ക്രെഡിറ്റാണ്. പോത്തുകല്ലിലാണ് VS ജോയിയുടെ വീടും. പക്ഷേ VS ജോയി മത്സരിക്കുന്നില്ല. പകരം അവിടെ നിന്ന് പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്നത് ആരാണ്? സ്വരാജാണ്. സ്വന്തം മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്ന്, അതും LDF-ന് കൂടുതൽ പ്രാധാന്യമുള്ള പഞ്ചായത്താണ്. അവിടെയുള്ള 17 വാർഡുകളിൽ 9 വാർഡുകളും LDF-ൻ്റെതാണ്. 8700-ലധികം വോട്ടുകൾ. UDF-നേക്കാൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 500-ലധികം വോട്ടുകൾ പോത്തുകല്ലിൽ കിട്ടിയതും LDF-നാണ്. അപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്ന് തന്നെയുള്ള ഇടക്കര ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു തുടങ്ങി മാർത്തോമ കോളേജിൽ നിന്ന് കൂടുതൽ വ്യക്തമായ രാഷ്ട്രീയത്തിലേക്ക് SFIയിലൂടെ വളർന്ന് പാലയമാടിലൂടെ മാർത്തോമ കോളേജിലൂടെ വന്നൊരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് സ്വാഭാവികമായും സ്വരാജിന് കിട്ടുന്നു എന്നുള്ളതാണ്. അത് പുറത്തുനിന്ന് വരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയേക്കാൾ ആ ആനുകൂല്യം സ്വരാജിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതല്ല, ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല അവിടെ നടക്കുന്നത് എന്നിരിക്കട്ടെ, അതിലൊരു മതസമുദായ ജാതി സമവാക്യങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിലോ കുറച്ചുകൂടി സങ്കീർണമാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് വന്നാൽ അത് തീർച്ചയായിട്ടും കടുത്ത പോരാട്ടമായി തീരും. അവിടെ ഒരു അഡ്വാൻറ്റേജ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം അവിടെ വളരെ സങ്കീർണമായ രീതിയിൽ ചില പോളറൈസേഷൻസ് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് എടുത്ത് നോക്കുകയായിരുന്നു ഒരു ജമാഅത്തെ അനുഭാവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൂഞ്ഞാറിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ PC ജോർജ് 2016 ജയിച്ചത്, സമാനമായൊരു സാഹചര്യം ഇവിടെ ഒരുങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ജമാഅത്തയുടെ പ്രൊഫൈലുകളിൽ പല ആളുകളിലും ഈ PV അൻവറിൻ്റെ സാന്നിധ്യം അവിടെ വലിയൊരു രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിൽ നമ്മൾ പറയണം. ഒന്ന്, ഇതേ സ്വരാജിനെതിരെ തൃപ്പൂണിത്തുറയിൽ 2021 ഒരു മാറ്റമുണ്ട്. എന്തായിരുന്നു 2021 മാറ്റം? നമുക്കറിയാമല്ലോ. 2016 തൃപ്പൂണിത്തുറയിൽ സ്വരാജ് മത്സരിക്കാൻ വരുമ്പോൾ അന്ന് തുറവൂർ വിശ്വംഭരനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. തുറവൂർ വിശ്വംഭരന് കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം 6000 വോട്ട് കുറവായിരുന്നു KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 2021 മത്സരിക്കുമ്പോൾ വരുന്നത്. ആ 6000 വോട്ട് എങ്ങോട്ട് പോയി? ആ 6000 വോട്ട് എങ്ങോട്ട് പോയി എന്നതിൻ്റെ ഉത്തരമാണ് 992 വോട്ടിന് സ്വരാജ് അവിടെ പരാജയപ്പെടുന്നത്. 4400 വോട്ടുകൾക്ക് ആ മണ്ഡലത്തിൽ വിജയിച്ച് ആ മണ്ഡലത്തിലെ ആദ്യത്തെ വാഗ്ദാനം 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കിയ ആളാണ് സ്വരാജ്. എന്തായിരുന്നു വാഗ്ദാനം എന്നറിയോ? ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. 2016 അവിടെ തൃപ്പൂണിത്തുറയിൽ മിനി ബൈപ്പാസിൻ്റെ അവിടെ മിനി ടോളുകൾ ഉണ്ടായിരുന്നു. ആ ടോളുകൾ നിർത്തലാക്കും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. 3 ടോളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ സുധാകരൻ ഇടപെട്ട് ആ ടോളുകൾ നിർത്തലാക്കി. പക്ഷേ ആ മണ്ഡലത്തിൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെ പരാജയപ്പെടുത്തിയ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ വോട്ട് ഷിഫ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയാം. ഞാനത് കണക്ക് പറഞ്ഞത് 6000 വോട്ട് എങ്ങോട്ട് പോയി? ഒരു നിമിഷം. സ്വരാജ് മാത്രം തോക്കാനുള്ള കാര്യമായി പറയുന്നത്. സ്വരാജ് തോക്കാനുള്ള കാരണം എന്താ? അവിടെ ആ മണ്ഡലത്തിന് പ്രത്യേകത അറിയാമല്ലോ. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് നിന്നയാളാണ് K ബാബു. ആ K ബാബുവിനെ 2016 പരാജയപ്പെടുത്തുമ്പോൾ അന്ന് സ്വരാജിനുണ്ടായിരുന്നതിനേക്കാൾ വലിയ ജനപ്രീതി ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താ? അവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിവാദത്തെ വലിയ വർഗീയ കാർഡ് ഇറക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രചരണം ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. വോട്ടേഴ്സ് സ്ലിപ്പിലടക്കം ഭഗവാന്റെ പടം അടിച്ചിറക്കുന്നത് സുപ്രീം കോടതി കേസ് പോയതല്ലേ? ഉണ്ടായിരുന്നു ആ കേസ് തള്ളി. പക്ഷേ അതിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിൽ അവിടെ വർഗീയ പ്രചരണം നടന്നില്ല എന്നല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതേയില്ല.
എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആ പ്രചരണം നടന്നിട്ടുണ്ട്, അവിടെ ആ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, 2016 തുറവൂർ വിശ്വംഭരന് കിട്ടിയ 6000 വോട്ട് 2021 എത്തിയപ്പോൾ കുറയാനുള്ള കാരണം എന്താ? 6000 വോട്ടിന്റെ കുറവ് 23,000 മാറുക, വോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ആ വോട്ട് എങ്ങോട്ട് പോയി? ആ വോട്ടാണ് കെ ബാബുവിന് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്ര വോട്ടെങ്കിലും ഒരു പുതിയ MLA ഒരു രണ്ടു ഭാഗത്തെ വിയോജിപ്പുകൾ എടുക്കാൻ ഞാനിത് പറഞ്ഞു തീർക്കട്ടെ. ഇത് 2025 നിലമ്പൂരിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. നാളെ BJP ഒരു പ്രാദേശിക സമ്മർദ്ദത്തെ തുടർന്ന് ഒരു നേതാവിനെ പേരിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ 12,000 വോട്ട് വരെ നേടിയിട്ടുണ്ട് BDS. ആ വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് 2021 തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചതുപോലെ ഒരു ഇഫക്റ്റ് നിലമ്പൂരിൽ ഉണ്ടാകുമോ? അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് സമുദായ വോട്ടുകളും എങ്ങനെയാണ് മറ്റു സമവാക്യങ്ങളോടെ വർക്ക് ചെയ്തു എന്നുള്ളത്. 2 ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ്. ക്രിസ്ത്യൻ വോട്ട് മാനന്തവാടി താമരശ്ശേരി രൂപതയുടെ പരിധിയിൽ വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ ബ്ലോക്കായി ഷൗക്കത്തിന് പോകാൻ സാധ്യതയില്ല. ആ വോട്ടുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ, കോൺഗ്രസ് വോട്ടുകളാണ്. പക്ഷേ ആ വോട്ടിലൊരു വലിയ വിള്ളൽ PV അൻവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ? പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു ഒറ്റ കാരണം ഞാൻ പറയാം. മരുത എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ പള്ളിയിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രതിരോധത്തിലാണ്. അവിടെ ആ പള്ളിയിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആര്യാടൻ ഷൗക്കത്തിന്. ഇതടക്കം ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ പലതാണ്. PV അൻവർ മാർത്തോമ ചുങ്കത്തറയിലുള്ള മാർത്തോമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്തിരിക്കുന്ന സഹായം ചെറുതാണോ? അതേപോലെ മാനന്തവാടി ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ PV അൻവറിനാണ്. പക്ഷേ ശരിയാണ്, കോൺഗ്രസിന്റെ ബേസ് വോട്ടുകളുണ്ട്. 5 പഞ്ചായത്തുകൾ മലയോര മേഖലയിൽ ചേർന്ന് കിടക്കുന്നു. അവിടെയും കുടിയേറ്റ കർഷകരുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് PV അൻവർ അങ്ങനെ മത്സരിക്കുകയും ജാതിമത സമുദായ അടിസ്ഥാനത്തിലുള്ള താല്പര്യങ്ങൾ ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്താൽ വയനാടൻസ് എന്ന് പറയുന്ന കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന 2,000-2,500 വോട്ടുകൾ, അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജമാഅത്തയുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്ന 2,000-ഓളം വോട്ടുകൾ, SDP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും പിൻവലിച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് പോകാൻ പോകുന്ന 3,000-ഓളം വോട്ടുകൾ ജമാഅത്തിന്റെ വോട്ടുകൾ അൻവറിനാണോ പോവുക? ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ട്രെൻഡ് സൂചിപ്പിക്കുന്നതാണ്. കാര്യം എന്താ? ഹമാസിന്റെ പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു സ്വരാജാണ്. പക്ഷേ കാര്യമുണ്ട്, ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് 2ഇടത്തേക്കും അത് ചായുന്നതാണ്, സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. എൻ ബ്ലോക്ക് ആയിട്ട് ഒരിടത്തേക്ക് പോവില്ല, അതായത് കോൺഗ്രസിലേക്ക് പോവില്ല എന്നുള്ളതാണ്. PV അൻവറിന് അനുകൂലമായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാകില്ല. നിലവിൽ നിങ്ങൾ നോക്കൂ, ഞാനതാ പറഞ്ഞത്. ആ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിങ്ങൾ ജമാഅത്തെ അനുകൂലികളുടെ പ്രൊഫൈലുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അവിടെ എങ്ങനെയാണ് PV അൻവറിനെ വെൽക്കം ചെയ്തിരിക്കുന്നത് കാണാം. മറുഭാഗത്തുണ്ട്, സ്വരാജിന്റെ ഭാഗത്തുണ്ട്. കാര്യം ഈ പലസ്തീൻ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അത് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിലേക്ക് പോവില്ല ഞാൻ പറഞ്ഞത്. അത് PV അൻവറിന് കൂടി ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വോട്ടുകളെല്ലാം കൂടി SDP പിൻവലിക്കുകയാണെങ്കിൽ, പിൻവലിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല. നിലവിൽ SDP അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. SDP കൂടി പിൻവലിക്കുകയാണെങ്കിൽ വരുന്ന 2,000-3,000-ഓളം വോട്ടുകൾ, 4,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. കഴിഞ്ഞ തവണ 3,000-ഓളം വോട്ടുകളായിട്ട് ചുരുങ്ങി. 3,000-3,000-ഓളം വോട്ടുകൾ. ഈ വോട്ടുകളെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 7,000-8,000 വോട്ടുകളുണ്ടാവും. കൂടാതെയാണ് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വലിയ ബേസിൽ PV അൻവറിലേക്ക് മാറിയാൽ 15,000-ന് മുകളിലേക്ക് PV അൻവർ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഡെഫിനറ്റ്ലി അവിടെയും ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ വരികയും അവിടെയും അഡ്വാൻറ്റേജ് LDF ആയി മാറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാര്യം LDFിൻ്റെ വോട്ടുകൾ വളരെ ഇൻടാക്റ്റ് ആണ്, ഈ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമാണ്. അപ്പം ഈ സാഹചര്യങ്ങൾ, ഇക്വേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പോരാട്ടത്തിൻ്റെ ഒരു ഫലസാധ്യതയായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 സാധ്യതകളാണ് ഞാൻ കാണുന്നത്. PV അൻവർ മത്സരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടവും PV അൻവർ മത്സരിക്കാൻ വരുന്ന സമയത്ത് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തോടൊപ്പം തന്നെ മത, സാമുദായിക, ജാതി സമവാക്യങ്ങൾ കൂടി ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു ഫലസാധ്യതയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് നൽകാൻ സാധിക്കൂ. പക്ഷേ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ, ഇതേ ഫാക്ടറുകൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജനകീയനായി ഞാൻ ഇന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്നത്തെ PV അൻവറിൻ്റെ പത്രസമ്മേളനം എന്ന് പറയുന്നത് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജനകീയനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രകടനമായിരുന്നു അത് എന്നാണ് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ഒരു പക്ഷേ നാളെ വരുന്ന ദിവസങ്ങളിൽ PV അൻവർ ജനകീയനായ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കാം. PV അൻവറിന് മത്സരിക്കാനുള്ള, കെട്ടിവയ്ക്കാനുള്ള പണം പോലും ഈ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് വീട് വിറ്റ പണം കൊണ്ട്, ഓട്ടോറിക്ഷ വിറ്റ പണം കൊണ്ട്, ചുമടെടുക്കുന്ന പണം കൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മലയോര മേഖലയിലെ ഏതെങ്കിലും ഒരു കർഷകൻ ആ പണം കൊടുക്കാം. ആ പണം കൊടുത്ത് വളരെ വൈകാരികമായി PV അൻവർ തന്നെ ഒരു ജനകീയനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരുപക്ഷെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് മറ്റ് സമവാക്യങ്ങളിൽ കൂടി പോകുമെന്നാണ് എൻ്റെ പക്ഷം. അതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള കണക്കുകൂട്ടൽ. പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്ത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ. പോരാട്ടത്തെക്കുറിച്ച് പറയാനായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വരാജ് അവിടെ വന്ന് ഇറങ്ങുന്നതോടുകൂടി
അവിടുത്തെ കളം ഒരു പരിധിവരെ മാറി എന്നുള്ളതാണ്. ശക്തമായ മത്സരത്തിൻ്റെ കളം CPM ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. CPM സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും അതിൻ്റെ കേഡർ സമുദായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് അവിടെ ശക്തമായ രീതിയിൽ മത്സരിക്കാൻ തുനിഞ്ഞു തന്നെയാണ് CPM ഇറങ്ങിയിരിക്കുന്നത്. അത് വേറെ ഒന്നും നോക്കുന്നില്ല. അവരെന്താണോ ഇടതുപക്ഷം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ശൈലിയിൽ തന്നെ ആ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുകയും അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം CPM പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ സ്ഥാനാർത്ഥിനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വിചാരിക്കുന്നത് CPM സ്വരാജിനെ നേരത്തെ തന്നെ തീരുമാനിക്കുകയും അതനുസരിച്ച് 3 മാസം മുന്നേ അവിടെ ആ മണ്ഡലത്തിന് ചുമതല കൊടുക്കുകയും അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പോവുകയും ഒക്കെ തീരുമാനിച്ച് അങ്ങനെ തന്നെയാണ്. അതെന്താണ് അതിന് കാരണം? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് അവിടെ CPMൻ്റെ സിറ്റിംഗ് സീറ്റായി നഷ്ടപ്പെടുത്തി പോകാൻ പാടില്ല എന്നുള്ള CPMൻ്റെ നിലപാട് കൊണ്ടാണ്. ആ നിലപാടനുസരിച്ചിട്ട് തന്നെയാണ് ശരിക്കും എന്താണ് ഈ സ്വരാജിനെ അവിടെ ഇറക്കിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വരാജ് 2021 എങ്ങനെ തോറ്റു എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. ഞാൻ എന്തുകൊണ്ട് 2021 തോറ്റു? 2016 സ്വരാജ് ഈ പറഞ്ഞ കെ ബാബുവിനോട് മത്സരിച്ച് ജയിക്കുന്ന സമയത്ത് സ്വരാജ് ഒരു പുതുമുഖമായ ഒരാളാണ്. ആദ്യമായിട്ട് മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ രീതിയിൽ അവിടെ ജനകീയനായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ജനകീയനായിരുന്നു ഞാൻ അല്ല. ബാബുവിൻ്റെ വാർഷിക വിഷയം കാരണം വലിയ രീതിയിൽ ബാബു കൈയടക്കി വെച്ചിരുന്ന സീറ്റായിരുന്നു അത്. ആ സീറ്റിലേക്കാണ് സ്വരാജ് ഒന്ന് മത്സരിക്കുകയും അവിടെ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 2021 ആ പറയുന്ന സ്വരാജിൻ്റെ ആ ജനകീയനാകാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കേഡർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് വരുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു സാധാരണക്കാരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിലല്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തകനായി പാർട്ടി സംഘടന ശക്തമായ രീതിയിൽ അത് സൈദ്ധാന്തിക രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതുപോലെയാണ് സംസാരിച്ചിട്ടുള്ളൂ. ആ ഒരു ശൈലി കൊണ്ട് ഒരു ജനങ്ങളുടെക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കാരണം കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എല്ലാ കല്യാണത്തിന് പോകും, എല്ലാ വീടുകളും അദ്ദേഹത്തെ കയറി ഇറങ്ങും, ഒരു മരിച്ചിറക്കേണ്ടി തലേദിവസം പോയി അവിടെ കിടക്കും. അങ്ങനെയുള്ള വലിയ രീതിയിൽ ജനീയ ഒരാളാണ് കെ ബാബു. അദ്ദേഹത്തിൻ്റെ അത്രയും ആ രീതിയിലേക്ക് എത്താൻ സ്വരാജിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ സമയത്ത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ സ്വരാജ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്വരാജ് കുറേയും കൂടെ ജനകീയനായ സ്വരാജിനെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഇന്നലെയും ഇനിങ്ങാന്നൊക്കെ പത്രസമ്മേളനത്തിൽ കണ്ടല്ലോ, വലിയ രീതിയിൽ അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ശൈലി വളരെ വലിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം അവരെ കേഡർ വോട്ടുകളൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VV പ്രകാശായിരുന്നു. VV പ്രകാശാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ട ആൾ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്ര ജനകീയനാണ് അദ്ദേഹം, ഒരാൾ കുറ്റം പറയാത്ത ആൾ. ആ സമയത്ത് ആര്യാട ഷൗക്കത്ത് എന്ന് പറയുന്ന നേതാവ് എടുത്ത നിലപാട് എനിക്കിവിടെ പറയേണ്ടതുണ്ട്. ആ സമയത്ത് നിലപാടെടുത്ത എന്താണ് 2021 ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസാന സമയം വരെ ശക്തമായി സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു ഈ പറയുന്ന ആര്യാട ഷൗക്കത്ത്. ആര്യാട ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. കാരണം എന്താണ്, 2016 തോറ്റതുകൊണ്ടും ആ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ടും VV പ്രകാശിനെ ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇന്നൊരു വീഡിയോ കാണുമായിരുന്നു. ആ വീഡിയോയിൽ എന്താണ് ഈ ആര്യാട ഷൗക്കത്തിനെ കഷ്ടപ്പെട്ട് പറഞ്ഞ് അനുനയിപ്പിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ VV പ്രകാശ് പോയി കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കൈ തട്ടി മാറ്റി അദ്ദേഹം പോയി സീറ്റിലിരിക്കുകയത്. എന്നിട്ട് എന്താണ് ആ പ്രസംഗത്തിൽ ആദ്യമായി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ, 2016 എന്നെ തോൽപ്പിക്കാൻ എടുത്ത നിലപാടുകളൊക്കെ എനിക്കറിയാം, ആ സ്വഭാവം ഞാനിവിടെ കാണിക്കുന്നില്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞ ആളാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അയ്യോ കോൺഗ്രസ് ഒരു സീറ്റിന് വേണ്ടി അടിയിടാക്കാതെ അല്ലെങ്കിൽ ആര്യാട ഷൗക്കത്ത് ഇതുപോലെ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് ഒത്തു നിന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ VV പ്രകാശിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ തന്നെയാണ് ഈ ആര്യാട ഷൗക്കത്ത്. അതുകൊണ്ട് അതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാവുന്നേ. ഞാൻ പറയുന്നത് 66,000 വോട്ടാണ് അന്ന് ഈ ആര്യാട ഷൗക്കത്തിന് കിട്ടി. ആ വോട്ട് തന്നെ കിട്ടാൻ പോകുന്നില്ല, അതിൽ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വോട്ട് കൂട്ടിയ ഒരാളെന്ന് പറയുന്നത് ഈ ഷൗക്കത്താണ്. ഞാൻ ഓരോ മണ്ഡലങ്ങളെടുത്തു. വഴിക്കടവ് അന്ന് പിന്നെ PV അൻവറിന് കിട്ടിയത് 13,571. എന്താണ് VV പ്രകാശിന് കിട്ടിയത് 13,406. എത്ര പോയിൻറ്റ് വ്യത്യാസമുള്ളത്? 100-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമാണ്. അടുത്തത് മൂത്തേടം 6,581, VV പ്രകാശ് 8,554, 2000 വോട്ട് വ്യത്യാസം. ആര് കൂട്ടി? ഈ VV പ്രകാശ് കൂട്ടി. എടക്കര 7,784, മറ്റേ 7,785. ഞാൻ പറയുന്നത് ഒരു വോട്ടിൻ്റെയും 2 വോട്ടിൻ്റെയും വ്യത്യാസമാണ് ഓരോ മണ്ഡലങ്ങളിലും. പോത്തുകല്ല് 8,319, 7,813. ചുങ്കത്തറ 10,669 പിന്നെ PV അൻവറിന് കിട്ടുമ്പോൾ ഈ ചുങ്കത്തറയിൽ എന്താ അറിയോ 10,879 വോട്ട് VV പ്രകാശിന് കിട്ടിയാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി PV അൻവർ 13,564, 12,881. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അവരമ്പലം
അല്ല കരുളായി 7605 PV അൻവർ. അതാണ് VV പ്രകാശ് 6156. അമരമ്പലം 11238. VV പ്രകാശ് 9784. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പോത്തുകൽ പഞ്ചായത്ത് 8319 വോട്ടാണ് ആർക്ക് കിട്ടിയത്, അൻവറിന് കിട്ടിയത്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ CPM നല്ല കോട്ടയത്. ആ സ്ഥലത്ത് 7813 വോട്ട് ആർക്ക് മേടിക്കാൻ കഴിഞ്ഞു, ഈ പറഞ്ഞ പ്രകാശിന് മേടിക്കാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം നിങ്ങൾ 7000 പോയിട്ട് അവിടെ 5000 പോലും മേടിക്കാൻ പറ്റുന്ന വരില്ല ആ സ്ഥലത്ത്. കാരണം എന്താണ്, അവിടെ CPM ശക്തമായ പ്രവർത്തനം. കാരണം അവിടുത്തെ ആള്, അവിടുത്തെ പ്രവർത്തനം, അവിടുത്തെ ശൈലി, ഇതാണ് അവിടുത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് ആര്യാടൻ ഷൗക്കത്ത് വരുന്നതോടുകൂടി ആ മണ്ഡലം ജയിക്കുന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ആദ്യം അവിടെ സംവിധാനങ്ങൾ മനസ്സിലാക്കണം. ഇനിയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംവിധാനം LDF UDF തമ്മിലുള്ള മത്സരമാണ്. ഇതിലേക്ക് അൻവർ കടന്നു വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അൻവർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ അൻവർ നേടിയതിൻ്റെ 10% ഓരോ മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തിലും വെറും 10% വെച്ച് മേടിച്ചാൽ മതി. 10% വെച്ച് 1 2 3 4 5 6 7 8 9 ഈ 9 സ്ഥലത്ത് 10% വോട്ട് വെച്ച് മേടിച്ചാൽ തന്നെ 10,000 വോട്ടിന് മേലെ പോകും. നിങ്ങൾ 10% ഒന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓരോ പഞ്ചായത്തിലെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് അരുൺ സാറ് പറഞ്ഞതുപോലെ ഈ ഹിന്ദു സമുദായം ആർക്കാ വോട്ട് ചെയ്യേണ്ടത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിനെ ആക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തെ കാര്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കണമെന്നും VV ജോയിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അവർക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന PV അൻവറിന് അവർ വോട്ട് ചെയ്യുമോ, അവർ ഈ പറയുന്ന സ്വരാജിന് വോട്ട് ചെയ്യുമോ, ഷൗക്കത്തിന് വോട്ട് ചെയ്യുമോ? ആ വോട്ട് മുഴുവൻ പോകാൻ പോകുന്നത് എവിടേക്കാണ്? ഒന്നില്ലെങ്കിൽ ഷൗക്കത്തിലേക്ക് വരണം, അല്ലെങ്കിൽ PV അൻവറിലേക്ക് വരണം. ഇതാർക്കും അങ്ങനെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ അങ്ങനെ ജനങ്ങളുടെ ഒരു സഭയും ഒരു കാലത്തും ഈ കാര്യത്തിൽ സഭ ആർക്കും പിന്തുണ കൊടുക്കില്ല. ഇല്ല, ഒരു കാലത്തും ഒരു സഭയും ഒരു നേതാവിന് പ്രഖ്യാപിക്കുള്ളൂ. പക്ഷേ എന്താണ്, ഒരു നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കാറില്ല, ഒരു ഇലക്ഷന് പ്രഖ്യാപിക്കാറില്ല. ഇപ്രാവശ്യം എന്ത് സംഭവിക്കുന്ന അറിയാം, നിലമ്പൂരിലൊക്കെ സംഭവിക്കുന്നത് അത് കിട്ടേണ്ട ഏക സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്താ. അവിടേക്ക് ഒരു പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല, ആ ഒരു ഏരിയയിലേക്ക് പോകാൻ കഴിയുന്നില്ല ആര്യാടൻ ഷൗക്കത്തിന്. അതാണ് അവിടുത്തെ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ഒരു പഞ്ചായത്തിന് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർണായകമാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള സംഭവം. നേരത്തെ പറഞ്ഞല്ലേ മുസ്ലിം സമുദായത്തിൻ്റെ 40% മേലെ വോട്ടുണ്ട് അവിടെ. ഈ 40% വോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളിത് എന്താണ് പറയുന്നത് പോലെ എന്താണ് ജനകീയ സ്ഥാനാർത്ഥി ആര്? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ തന്നെ പറയൂ, ആരാണ് ഇതിൻ്റെ അകത്ത്? ആര്യാടൻ ഷൗക്കത്താണോ, അൻവറാണോ, ഈ പറയുന്ന സ്വരാജാണോ ജനകീയ സ്ഥാനാർത്ഥി? നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? പറയാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 15,000 വോട്ടിന് മേലേക്ക് അൻവർ പിടിച്ചു തുടങ്ങിയാൽ എന്താ പിന്നെ അവസ്ഥ എന്നറിയോ? അൻവർ പിടിച്ചു തുടങ്ങിയാൽ ഇത് ത്രികോണ മത്സരമായി. അതിന് താഴേക്കാണ് ട്രെൻഡിങ്ങിൽ നമുക്ക് ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. അതിന് മേലേക്ക് ത്രികോണ മത്സരമായി. ആ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ശൈലി അനുസരിച്ച്, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് സ്വരാജിൻ്റെ ലൈനിലാണ് ഈ സാധനം പോകുന്നത്. സ്വരാജാണിത് കൈകാര്യം ചെയ്ത് പോകുന്നത്. നമ്മളിന്ന് 2 ജാഥകൾ കണ്ടല്ലോ, ഒന്ന് സ്വരാജിൻ്റെയും ഒന്ന് ഷൗക്കത്തിൻ്റെയും. ഞാൻ അത് രണ്ടും ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു. 2 ബോക്സിലിട്ട് കണ്ടു. കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ അറിയോ, മറ്റത് ആരവാണ്. ഈ ആരവ് എപ്പോഴാണ് കണ്ടിരുന്നത് അറിയോ? 2021 പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്ന അൻവറിന് കണ്ട ആരവം അവിടെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിൻ്റെ അടുത്ത്, പിന്നെ സ്വരാജിൻ്റെ അടുത്ത്. മറ്റേ ആരവം അവിടെ അത്ര കാണുന്നില്ല. അത് മനസ്സിലാക്കില്ല. ഇന്നും ഒരക്ഷരം സർക്കാരിനെതിരെ പറയാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നും അൻവറിൽ കെട്ടിത്തിരിയേണ്ടി വന്നു. ഇന്നത്തെ ദിവസം ഇനി ആകെ 18 ദിവസമേ ഉള്ളൂ. ഇന്നത്തെ ദിവസവും അൻവറിലേക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം ഇനി എത്ര നേരം പറയും? ഇനി എന്താണെന്നറിയോ, ഇനിയിപ്പം CPM അങ്ങോട്ട് പറയുന്നതിന് കൗണ്ടർ അടിച്ചു പോകേണ്ടി വരും. ഇത് നേരത്തെ കയറി അടിക്കണമായിരുന്നു. നേരത്തെ കോൺഗ്രസ് കയറി അടിക്കുന്നതിന് പകരം ഇപ്പം എന്ത് സംഭവിക്കും? ഇനി CPM എന്താണോ പറയുന്നത് അതിൻ്റെ കൗണ്ടർ അടിച്ച് അതിൻ്റെ ഭാഗമാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഒക്കെ പോസ്റ്റുകൾ. ഇതിൻ്റെയൊക്കെ മറുപടി കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിനകത്ത് ഒന്നും പറയാനായിട്ടില്ല. PV അൻവർ മത്സരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കൂട്ടലാണ് അവിടെ നടക്കുന്നത്. അത് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചിത്രങ്ങളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, പ്രവചനങ്ങൾക്കപ്പുറത്താണ്. കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ ഊഴത്തിൽ നടക്കുന്ന 4ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സാധ്യതകൾ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അൻവറാണ്. അൻവർ സ്വയം എരിഞ്ഞ് വീണുകൊണ്ടാണ് അങ്ങനെയൊരു പ്രവചനാതീതമായ പോരാട്ടമാക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്താണല്ലോ 2016
2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മകനെ അച്ഛൻ അംഗത്തിന് ഇറക്കുകയാണ് 2014. 2022 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ 2016 1987 മുതൽ 2016 വരെ ആര്യാടൻ്റെ മണ്ഡലമായിരുന്നു, ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലത്തിൽ ഈ കന്നി അംഗത്തിൽ വിജയക്കൊടി പാറിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന വി പ്രകാശിന്റെ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടി അൻവർ ഫാക്ടറിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായിരിക്കും ഈ അങ്ങോട്ടുള്ള 19 ദിവസത്തെ ക്യാമ്പയിനിലെ ഒരു ഹൈലൈറ്റായി വരാൻ പോകുന്നത്. അതിൽ വി പ്രകാശിന്റെ ഭാര്യ സ്മിതയടക്കം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്ന് എനിക്കറിയില്ല പരസ്യമായി. പക്ഷേ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ള ഒരു തുറുപ്പുചീട്ടായി മാറാൻ പോകുന്നത് 2021 UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്രത്തോളം ആര്യാടൻ ഷൗക്കത്ത് ഈ പ്രചാരണത്തിനിറങ്ങി എന്ന കാര്യമായിരിക്കും. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ അഡ്വാൻറ്റേജായി നമ്മൾ രണ്ടും നോക്കണമല്ലോ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2005 ഷൗക്കത്ത് ആദ്യമായി മത്സരിച്ച സമയത്തെ ആ കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് നിലമ്പൂർ പഞ്ചായത്താണ്. നിലമ്പൂർ പഞ്ചായത്ത് അംഗമായി മത്സരിക്കുമ്പോൾ ആ മത്സരിച്ച് ജയിക്കുന്നത് CPIMന്റെ സിറ്റിംഗ് സീറ്റാണ്. സമാനമായ സാഹചര്യമാണ് ഈ 2025. പക്ഷേ അന്നത്തെ ഒരു ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ചെയർമാനായി മാറുന്ന ആര്യാടൻ ഷൗക്കത്ത്, അതിനുശേഷം ഷൗക്കത്തിനൊരു തുടർച്ച കിട്ടുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു കണ്ടിന്യൂവേഷൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കണ്ടിന്യൂവേഷൻ കഴിഞ്ഞ ഒരു 9 വർഷക്കാലമായി എവിടെയും ആര്യാടൻ ഷൗക്കത്തിനില്ല എന്ന കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഇതിൽ ബൈ ഇലക്ഷൻ്റെ അടക്കം 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അടക്കമുള്ള കണക്കുകളാണ് UDF ഇപ്പോൾ അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായി ചൂണ്ടിക്കാട്ടുന്നത്. 2019, 24 ബൈ ഇലക്ഷൻ ഈ മൂന്നിലും 50,000+ ആണ് നിലമ്പൂർ മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1,00,000-ലേറെ ഭൂരിപക്ഷം എന്ന് പറയുന്ന കണക്ക് കണ്ടുകൊണ്ടാണ്, അതൊരു മായക്കണക്കാണ്, ലോക്സഭയിൽ കിട്ടുന്നതല്ല ഒരിക്കലും നിയമസഭയിൽ കിട്ടുന്നത് എന്നതുകൂടി വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ PV അൻവർ മാറി നിൽക്കുന്നത് UDFന് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നു എന്നുള്ളത് ലീഗിന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും ഒരു ഇടനിലക്കാരൻ്റെ റോളെടുത്ത് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ റോളെടുത്ത് അൻവറിനെ കൂടെ കൂട്ടാൻ വേണ്ടി അവസാന നിമിഷം വരെ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ P. ശ്രീരാമകൃഷ്ണന്റെ മത്സരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. P. ശ്രീരാമകൃഷ്ണനും M. സ്വരാജും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ M. സ്വരാജിന് എത്രത്തോളം വ്യക്തിഗതമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നതും ഒരു ഫാക്ടറാണ്. PV അൻവറിനും M. സ്വരാജിനും വ്യക്തിഗതമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഇടത് MLA ആയിട്ടാണ് നിലമ്പൂരിൽ അൻവർ ഉണ്ടായിരുന്നത്. പക്ഷേ അൻവർ മണ്ഡലത്തിൽ കുറച്ചുകൂടി ആളുകളുമായി ഇടപെടുന്നതിൽ എത്രത്തോളം വെൽക്കമിംഗ് ആണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സാന്നിധ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ അൻവറിന്റെ ആ ഒരു ഫാക്ടർ അത് സ്വരാജിനെ വെച്ച് നോക്കുമ്പോൾ സ്വരാജിന് ഈ മണ്ഡലത്തിൽ കേഡർ വോട്ടുകളെല്ലാം ഇൻടാക്റ്റായി, ഡോക്ടർ അരുൺ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 70,000 വോട്ടുകൾ ഇൻടാക്റ്റായി, കേഡർ വോട്ടുകൾ അതുപോലെ തന്നെ അനുഭാവികളുടെ വോട്ടുകൾ അതെല്ലാം ചേർത്ത് അത്രയും കിട്ടണം. ചാഞ്ചാടി നിൽക്കുന്ന സ്വിംഗ് വോട്ട്സ് ഉണ്ട്. സ്വിംഗ് വോട്ട്സ് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് UDFൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. KPCC അധ്യക്ഷൻ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടും VS ജോയി അവിടെ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടുമൊന്നും ഈ കാര്യങ്ങൾ മുഴുവനായി സമാഹരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ കോട്ടകൾ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്ന ചോദ്യം തൃപ്പൂണിത്തുറയിൽ സ്വരാജ് കാട്ടിയിട്ടുണ്ട്. 2016 കോൺഗ്രസിന്റെ കോട്ടയാണ് സ്വരാജ് അവിടെ പൊളിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്. ചുരുങ്ങിയ കാലം മാത്രമേ ഇടതുപക്ഷത്തിന് അവിടെ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന വാദത്തിനും പ്രസക്തിയില്ല. അപ്പോൾ കണക്കുകൾക്കപ്പുറം മറ്റൊരു പോൾ അരിത്തമെറ്റിക് അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത് നിലമ്പൂരിൽ. ഇവിടെ മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് എന്നത് ഇന്ന് ഈ വിതുമ്പിക്കൊണ്ട് സംസാരിക്കുന്ന നിർഭരനായി സംസാരിക്കുന്ന PV അൻവർ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക് ഇമോഷണലി ആളുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു കട്ട്സൊക്കെ എന്തായാലും നിലമ്പൂരിലെ സാധാരണക്കാരായ ടാപ്പിംഗ് തൊഴിലാളികളെ കുറിച്ചൊക്കെയാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഒരാൾ സംസാരിക്കുമ്പോൾ 9 കൊല്ലം ഞങ്ങളുടെ MLA ആയിരുന്നില്ലേ, അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അയാളെ ഒരു ഗതികിട്ടാ പ്രേതമാക്കി മാറ്റിയ VD സതീശനെതിരായിട്ടുള്ള ഒരു വികാരം ആളുകൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ സാധാരണക്കാരായ ആളുകളിൽ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പോലും UDFനുള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് ആരാ? PV അൻവർ. ആ അൻവർ ഒറ്റപ്പെട്ട് അനാഥനായി വഴിയിൽ നിന്ന് കരയുകയാണ്. അതാണ് അവിടുത്തെ ജനം കാണുന്നത്. അതൊരു ഫാക്ടറായി മാറാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.
MLA സ്ഥാനം രാജിവെച്ചു, എന്നിട്ട് നായകനാകാനായി ഇറങ്ങി പിണറായി വിജയനെ പിണറായി സത്തെ വെല്ലുവിളിച്ചു. എന്നാൽ സതീശനിസത്താൽ പരാജയപ്പെടുന്ന PV അൻവർ ഒരു നഷ്ടനായകൻ എന്നുള്ളതാണ് PV അൻവറിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ഒരു ലേബൽ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മണ്ഡല പുനർനിർണ്ണയം 2008 സംഭവിച്ചതിന് ശേഷം പഴയ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് നല്ല മാറ്റം നിലമ്പൂർ മണ്ഡലത്തിന് വന്നിട്ടുണ്ട്. ആ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്തതിലടക്കം വന്നിട്ടുണ്ട്. അതാണ് LDFന്റെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകം. അതിൽ ഡോക്ടർ അരുണാണ് സാധാരണ കണക്ക് പറയാറുള്ളത്. നിങ്ങളൊക്കെ പറഞ്ഞ കണക്കുകളിൽ നിന്ന് മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം. 2001 അവിടെ ഏറ്റവും കൂടുതൽ ലീഡ് ആര്യാടന് കിട്ടുന്നത്. അത് 21,080 വോട്ടാണ്. പിന്നീട് അത് കുറഞ്ഞ് 18,070 തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നു. LDF തരംഗം 2006 വരുമ്പോൾ 2011 5,498 മാറുകയാണ് പുനഃക്രമീകരണത്തിന് ശേഷം. അതെ, അപ്പോൾ 2011 ലീഡ് 5,498 ഉള്ളൂ. അപ്പോൾ ലീഡ് എന്ന് പറയുന്നത് UDF അവകാശപ്പെടാവുന്നത് അവരുടെ കുത്തകയാണ്, കോട്ടയാണ് പറയുമ്പോൾ, അതെ കുത്തകയാണ്, കോട്ടയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ കോട്ടയിൽ കിട്ടുന്നത് 5,498 അവിടെ നിന്നാണ് 5 വർഷം കഴിയുമ്പോൾ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ നേരെ ഇരട്ടിയാണ് 11,000. കാരണം അത് LDFന്റെ സീറ്റല്ലേ? അല്ലല്ല, കോട്ടയം 34 വർഷം. അതായത് മുന്നേ 1987 മുതൽ ഈ 2016 വരെ അവിടെ ആര്യാടൻ അത് ഉറച്ച കോട്ടയെ കൊണ്ട് നടക്കുകയാണ്. അതിനിടയിൽ വേറെ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ 2016 അൻവറിന് കിട്ടുന്ന 11,504 അതിൽ 2,700 കുറയുന്നതാണല്ലോ ഇപ്പുറത്തെ ആത്മവിശ്വാസമായി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ BJP, BDJS ഇവരൊക്കെ മത്സരിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ കൂടി അവിടെ കാണേണ്ടതുണ്ട്. അവിടെ BDJS 2016 മത്സരിക്കുമ്പോൾ 12,284, 2021 BJP വരുമ്പോൾ 8,595, 4,000 അവിടെ കുറയുന്നു. SDPIക്ക് 4,751 2016, 2021 3,281, അവിടെയും 1,500 കുറയുന്നുണ്ട്. അപ്പോൾ ഈ SDPയുടെ വോട്ട് എങ്ങോട്ടാണ് പോയതെന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ, താങ്കൾ നേരത്തെ BJPയുടെയും BDJSന്റെയും പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെയാണ് അൻവറിന്റെ ഭൂരിപക്ഷം കുറയുന്നത്, അല്ലാതെ ഇടത് വോട്ടുകൾ എങ്ങും പോയിട്ടല്ല എന്നത് നമ്മൾ അവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഈ UDF ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഫൈനലിലേക്ക് ഈ ക്വാർട്ടർ ജയിച്ചുകൊണ്ട് UDFന് അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ലൈറ്റ് എഡ്ജ് അൻവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. സ്വരാജ് കുറച്ചുകൂടി ജനകീയനായി മാറേണ്ടതുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിലെ എൻ്റെ വിലയിരുത്തൽ. ഒറ്റ കാര്യം, ഇന്ന് PV അൻവർ സ്വരാജിന് ഒരു ക്യാമ്പയിന് ഒരു വഴിമരുന്നും കൂടി ഇട്ട് കൊടുത്തു. പലപ്പോഴും PV അൻവർ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ചില ഫാക്ട്സ് മറന്നു പോകുന്നു. സ്വന്തമായിട്ടിട്ട ഫേസ്ബുക്ക് കവളപ്പാറയിലും ഈ പറയുന്ന നിലമ്പൂരിലും 2019 പ്രളയം ഉണ്ടായപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും ഈ സ്വരാജ് വന്നില്ല എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പൊങ്കാലയല്ലേ. ആ കൊടയുടെ കീഴിൽ, അതായത് PV അൻവറിന്റെ കൊടയുടെ കീഴിൽ 2019 ഓഗസ്റ്റ് 8, 9 തീയതികളിൽ 9, 10 തീയതികളിൽ അവിടെ നിൽക്കുകയാണ്. ആരാ നിൽക്കുന്നത്? ഈ പറയുന്ന സ്വരാജ് കവളപ്പാറയിൽ നിൽക്കുകയാണ്. അവിടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അന്ന് കൂടെ നിൽക്കുകയാണ്. സ്വന്തം കൊടയുടെ കീഴിൽ നിന്ന് സ്വന്തം ഫേസ്ബുക്കിൽ. പക്ഷേ ഞാൻ വേറൊരു കൊടയുടെ സ്വരാജിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇയാൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു വലിയ അബദ്ധം അല്ല. സ്വരാജിന്റെ കൊടയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് UDF എന്ന് പറയുന്ന കൊടയിൽ ആ കൊടയുടെ പിടിയിൽ പിടിച്ചിരുന്ന PK കുഞ്ഞാലിക്കുട്ടി, മലബാറിലെ വലിയേട്ടർ ലീഗാണല്ലോ, ആ കുഞ്ഞാലിക്കുട്ടി ആ കൊടയെന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാണാം. സതീശനോട് കുഞ്ഞാലിക്കുട്ടി ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പറയുന്നില്ല എന്നേ ഉള്ളൂ. അത്ര ഹാപ്പി അല്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. ഈ പാലക്കാടും ചേലക്കരയിലും ഇവിടെയൊക്കെ ഞാൻ എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ കാണുന്നില്ല കേട്ടോ. K മുരളീധരന്റെ ഞാൻ ഇന്ന് പ്രകടനത്തിനുമില്ലായിരുന്നു. ഞാൻ എവിടെ പോയി എന്നുള്ളതൊരു വിഷയം. അല്ലെങ്കിൽ ചേലക്കരയിൽ ഞാനാണെന്നൊക്കെ തീരുമാനിക്കുന്നത്, ഞാൻ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്ന ആൾ കാണുന്നില്ല. അപ്പോൾ എന്തായാലും നിലവിൽ പത്രിക കൊടുക്കാൻ ഞാനില്ല. ഏകദേശ കാര്യം അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താ സംഭവിക്കുക. പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്തോ ഇതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്തോ. Meet the editors.